വെൽക്കം ബാക്ക് ടു സൈലം ലേൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. എന്തൊക്കെയാണ് കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ട് എന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ആദ്യം തന്നെ നമ്മൾ ട്രിഗണോമെട്രിയുടെ എല്ലാ ഇക്വേഷൻസും പഠിച്ചു. ഇനി ആറാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ മുഴുവൻ ഇക്വേഷൻസ് നമ്മൾ കുഞ്ഞു വീഡിയോയിൽ പഠിക്കാൻ പോവുകയാണ്. സോ വീഡിയോയിലെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്റെ പേര് അറിയാത്ത ആളുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്റെ പേര് ഷാഹിദ് റംസാൻ എന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ മക്കളെ. നിങ്ങൾ എവിടെ സ്കൂളാണോ ഏതൊക്കെയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ എന്താണെന്ന് കമന്റ് ചെയ്യുക. വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം അതിന്റെ വിലപ്പെട്ട ഫീഡ്ബാക്ക് നിങ്ങൾ ഒരു കാരണവശാലും കമന്റ് ചെയ്യാൻ മിസ്സാക്കരുത് കേട്ടോ. ബാക്കിയൊക്കെ മറന്നാലും കുഴപ്പമില്ല, കാരണം നിങ്ങൾ തരുന്ന കമന്റുകളാണ് നമ്മുടെ എനർജി എന്ന് പറയുന്നത്. മക്കളെ, ഈ ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സ് ആക്സിസും വൈ ആക്സിസും. ഈ കാണുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള നമ്പർ, ഈ കാണുന്ന നെഗറ്റീവ് ആയിട്ടുള്ള നമ്പർ, ഇത് മേലോട്ടുള്ളത് പോസിറ്റീവ്, താഴെയുള്ളത് നെഗറ്റീവ്. അപ്പൊ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് എന്നും എക്സ് ഡാഷ് എന്നുമാണ്. ഇതിനെ വൈ എന്നും ഇതിനെ വൈ ഡാഷ് എന്നാണ് പൊതുവെ ഡിനോട്ട് ചെയ്യാറുള്ളത്. ഈ കറക്റ്റ് സെന്ററിലെ പോയിന്റാണ് നമ്മൾ ഒറിജിൻ അഥവാ ആധാര ബിന്ദു എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 0,0 ആണ്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഫസ്റ്റ് പാർട്ടിലുള്ളത് പോസിറ്റീവ് നമ്പറുകളായിരിക്കും രണ്ടും. എക്സ് വൈ ഫോർമാറ്റ് ആയിരിക്കും ഉണ്ടാവുക. 3,4 1,2. എന്നാൽ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം എക്സ് നെഗറ്റീവ് ആവും. ഇങ്ങോട്ട് എക്സ് പോസിറ്റീവ്, വൈ പോസിറ്റീവ്. ഇങ്ങോട്ട് വരുമ്പോൾ എക്സ് നെഗറ്റീവ് ആവും, വൈ എന്താവും പോസിറ്റീവ് ആവും. ഓക്കെ, ഇങ്ങോട്ട് വരുന്ന സമയത്തോ, ഈ കാണുന്ന ഭാഗത്തേക്ക് വരുന്ന സമയത്ത് രണ്ടും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. എക്സും നെഗറ്റീവ് ആയിരിക്കും, വൈയും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഈ ഒരു ഫോർമാറ്റിലാണ് ഏറ്റവും ആദ്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത്. ഇവിടെ എക്സ് പോസിറ്റീവ്, വൈ നെഗറ്റീവ്. കാരണം ഇങ്ങോട്ട് വൈ നെഗറ്റീവ്, ഇങ്ങോട്ട് വൈ പോസിറ്റീവ്, ഇങ്ങോട്ട് എക്സ് പോസിറ്റീവ്, ഇങ്ങോട്ട് എക്സ് നെഗറ്റീവ്. ഓക്കെ, ഇത്രയും കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സ് ആക്സിസിൽ ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും അവിടെ വൈ 0 ആയിരിക്കും. അത് ഇമ്പോർട്ടൻ്റാ. വൈ 0 ആയിരിക്കും. എക്സ് ആക്സിൽ ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും വൈ എന്തായിരിക്കും? 0 ആയിരിക്കും. തിരിച്ചും പറയാം, വൈ ആക്സിൽ ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും അവിടെ എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഇത് നിങ്ങൾ അടുത്തതായിട്ട് അറിയേണ്ട മറ്റൊരു പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, കുത്തനെ വരക്കുന്ന സമയത്ത് ഒരിക്കലും എന്ത് മാറൂല. അത് ഞാൻ വേറൊരു പോയിന്റ് ആയിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ എക്സ് ആക്സും വൈ ആക്സും വരച്ചു. ഞാൻ അപ്പോൾ കുത്തനെ വരച്ചു. ഈ കാണുന്ന പോയിന്റ് 3,0 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാൻ എവിടെ പോയിന്റ് ഇട്ടാലും അതിന്റെ എക്സ് കോർഡിനേറ്റ് എപ്പോഴും എന്തായിരിക്കും? 3 ആയിരിക്കും. അതായത് എക്സ് ഒരിക്കലും എന്താവൂല, മാറൂല. ഓക്കെ, വൈ ഏതായാലും കുഴപ്പമില്ല, പക്ഷെ എക്സ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എക്സ് സെയിം. നമ്മൾ നേരെ വരക്കുകയാണെങ്കിൽ ഇതേ ഐഡിയ തന്നെയാണ്. ഇപ്പൊ ഞാനിപ്പോ നേരെ വരച്ചു. ഈ കാണുന്ന പോയിന്റ് ഇതേപോലെ 0,2 ആണെന്ന് വിചാരിച്ചോ. 0,2. അപ്പൊ ഇവിടെ എവിടെ നമ്മൾ പോയിന്റ് കൊണ്ടുപോകുകയാണെങ്കിലും വൈ എപ്പോഴും എന്തായിരിക്കും? 2 ആയിരിക്കും. എക്സ് എത്ര ആയാലും കുഴപ്പമില്ല, വൈ എപ്പോഴും എന്തായിരിക്കും? 2 ആയിരിക്കും. അതായത് വൈ മാറൂല കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിലും ഇങ്ങോട്ട് പോകണമെങ്കിലും ഒന്നും വൈ മാറൂല. കാരണം നമുക്കറിയാം വൈ മാറണമെങ്കിൽ ഒന്നെങ്കിൽ മേലോട്ട് പോകണം അല്ലെങ്കിൽ താഴോട്ട് പോകണം. അപ്പൊ നേരെ പോകുമ്പോൾ വൈ മാറുമോ? ഇല്ല. എക്സ് മാറണമെങ്കിൽ ഒന്നെങ്കിൽ നേരെ പോകണം അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണം. അപ്പൊ കുത്തനായിരിക്കുമ്പോൾ എക്സ് മാറുമോ? ഇല്ല. അതാണ് അതിന്റെ ഐഡിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇതിന്റെ ഇക്വേഷൻസ് ആണ് കേട്ടോ. ഈ ചാപ്റ്റർ നമ്മൾ മെയിൻ ആയിട്ട് ഈ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താ? ഈ ചാപ്റ്ററിൽ ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻസ് ആണ്. മക്കൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തെ ഇക്വേഷൻ ഞാൻ പറയാൻ പോവാണ്. ഇപ്പൊ 2 പോയിന്റ് വന്നു, 3,4ഉം 3,7ഉം. ഈ 2 പോയിന്റുകൾ നമ്മളെ ഡിസ്റ്റൻസ്, ഇതിനെ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ടിലും എക്സ് സെയിം ആണ്. എക്സ് y1 എക്സ് y2. ഇതാണ് മെത്തേഡ് വരുന്നത്. ഇത് കോമയാണ്. എക്സ് y1ഉം എക്സ് y2ഉം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം എക്സ് സെയിം ആണ്. അപ്പൊ ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, y2 മൈനസ് y1. ആൻസർ ആയി. സിമ്പിൾ. തിരിച്ചും ചെയ്യാം, y1 മൈനസ് y2. ഓക്കെ, ഇതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ മോഡൽ എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ കാണുന്ന പോയിന്റ് എടുക്കാം. 3,-2 1,-2. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് കാണാം ഇവിടെ വൈ രണ്ടും സെയിം ആണ്. അതായത് x1, y x2, y അല്ലെ, വൈ സെയിം ആണ്, ഒരു മാറ്റവും ഇല്ല. അങ്ങനെയാണ് അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ മക്കളെ, x2 മൈനസ് x1 ഓർ x1 മൈനസ് x2. ഓക്കെ, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. മൂന്നാമതായിട്ട് നിങ്ങൾ ഇപ്പൊ നോക്കുക. ഇപ്പൊ 1,2 2,1. ഈ കാണുന്ന പോയിന്റ് നോക്കിയ മക്കളെ, ഇവിടെ എക്സും സെയിം അല്ല, വൈയും സെയിം അല്ല. എക്സ് സെയിം ആണ് y2 മൈനസ് y1, വൈയും സെയിം ആണ് x2 മൈനസ് x1.
ഇവിടെ രണ്ടും ഡിഫറെന്റാ. അതായത് x1ഉം y1ഉം ഉണ്ട്, x2ഉം y2 എല്ലാം ഡിഫറെന്റ് ആണ്. എല്ലാം ഡിഫറെന്റ് ആണെങ്കിൽ ഇതിന്റെ ഡിസ്റ്റൻസ് എന്താ? ഒരു പണിയില്ല മക്കളെ, എഴുതി വെച്ചോളൂ. √x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. അതായത് ഒന്നാമത്തെ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ സ്ക്വയർ രണ്ടും കൂടി അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇതാണ് മൂന്നാമത്തത്. സോ ഇനി നാലാമത്തെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നാലാമത്തെ ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. ഇപ്പോൾ ഒരു പോയിന്റ് 0 0, ഒരു പോയിന്റ് 3 4. അതായത് ഒരു പോയിന്റ് ഒറിജിൻ, ഒരു പോയിന്റ് x, y ആണെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് √x² + y² ആയിരിക്കും. എന്താണ് √x² + y²? ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ മുഴുവൻ കഴിഞ്ഞു, ഫുൾ കഴിഞ്ഞു. ഇത്ര ഉള്ളു ഈ ചാപ്റ്റർ പഠിക്കാൻ. ഏകദേശം എത്ര മിനിറ്റ് എടുത്തിട്ടുണ്ട്? 5 മിനിറ്റ് അല്ലെ 6 മിനിറ്റ് കൊണ്ട് ഒരു ചാപ്റ്റർ മുഴുവൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു മക്കളെ. ഇത്ര ഉള്ളു ഈ ചാപ്റ്റർ പഠിക്കാൻ. ഇനി നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന് മുഴുവൻ ഈ ഐഡിയകളൊക്കെ വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ എടുക്കുക. അതിൽ കൃത്യമായിട്ട് കോർഡിനേറ്റ്സിന്റെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ആ കോർഡിനേറ്റ്സ് കണ്ടാൽ മാത്രം മതി. ഓക്കെ, ഇതിൽ 2 പാർട്ടായിട്ടാണ് വീഡിയോ എടുത്തത്. ആ 2 പാർട്ടും കണ്ടാൽ ഈ ചാപ്റ്റർ മുഴുവൻ നിങ്ങൾ പഠിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഇതിന്റെ A+ ലെവൽ സീരീസ്, ടോപ്പർ സീരീസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ട്. അതും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് വീഡിയോ ആയിട്ട്, നിങ്ങൾ പോയി കാണാം കേട്ടോ. സോ മക്കളെ, ഈ വീഡിയോയുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരു ചാപ്റ്റർ മുഴുവൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും അടിപൊളിയാണ്, പഠിപ്പിച്ച ഞങ്ങളും അടിപൊളിയാണ് അല്ലേ. സോ ഇതുപോലെ നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിന്റെയും വീഡിയോസുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആക്കും. അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് തന്നെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. എപ്പോഴും നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ നല്ല ടെൻഷനിലാണ്, ഞങ്ങൾക്കറിയാം. കാരണം എക്സാം എടുക്കുമ്പോൾ എത്ര പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും അവർക്ക് ടെൻഷൻ ഉണ്ടാവും. അപ്പൊ ടെൻഷൻ ഒന്നും ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് എല്ലാവർക്കും ഉള്ള കാര്യമാണ്. ടെൻഷൻ നല്ലതാണ്. പഠിക്കുന്ന കുട്ടികൾക്കും പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്കും മാത്രമേ ഈ ടെൻഷൻ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. സോ ഈ ടെൻഷനും കൊണ്ട് മുന്നോട്ട് പോയിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ അതിൽ പഠിക്കാൻ വിട്ടുപോകാതിരുന്നാൽ മാത്രം മതി കേട്ടോ. പറ്റുന്ന അത്രയും നിങ്ങൾ പഠിക്കുക, പറ്റുന്ന അത്രയും നിങ്ങൾ എഫേർട്ട് എടുക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഭാവിയിൽ ഏറ്റവും നല്ല കുട്ടികളായിട്ട് നിങ്ങൾ മാറുകയും ചെയ്യും. അപ്പോൾ ഒക്കെ ഞങ്ങൾ ഓർക്കുക എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട്, ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ, നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും.